ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടന്റെ തുടരും സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തുടരും സിനിമ ഇന്നലെയാണ് കണ്ടത്. ഇന്നലെ ഞാൻ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഫസ്റ്റ് ഷോയ്ക്ക് ആയിട്ട് കാലിക്കറ്റ് വെച്ച് സിനിമ കാണുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ തിയേറ്ററിൽ അധികം ആളുകളൊന്നുമില്ല. അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് പേരുണ്ട്. അതുപോലെ ഒരു റോ മൊത്തം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടത് കാണാത്തത് വേറെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. അങ്ങനെ സിനിമ തുടങ്ങി എന്റെ അടുത്തൊരു കക്ഷി ഇരിക്കുന്നുണ്ട്. ഈ കക്ഷിയും ഞാനും തമ്മിൽ ഒരു പരിചയമില്ല. എന്നാലും പല സമയത്തും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനും എന്റെ അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ ആവേശം കയറി നിൽക്കുന്ന സമയത്താണ് പുള്ളി ഇടയ്ക്ക് വെച്ച് എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ സിനിമ ഹിറ്റ് അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു 100%, ഒരു സംശയവും വേണ്ട, സിനിമ ഹിറ്റ് അടിക്കുന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങി വരുന്നു, നേരെ വന്ന് റൂമിലെത്തി റിവ്യൂ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളിലേക്ക് നോക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് സിനിമ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി കൊളുത്തി കഴിഞ്ഞു എന്ന്. പിന്നെ നോക്കുമ്പോൾ ടിക്കറ്റ് എവിടെയും കിട്ടാനില്ലാത്ത രീതിക്ക് അങ്ങ് ബുക്ക് ചെയ്ത് പോവുകയാണ്. മൊത്തം അങ്ങ് എല്ലായിടത്തും ഹൗസ്ഫുൾ ആയ അവസ്ഥയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പം എനിക്കൊരു കോള് വരികയാണ്. വിളിച്ചത് എനിക്കറിയാവുന്ന ഒരു കക്ഷിയാണ്. ഈ കക്ഷി തൃശ്ശൂരാണ് താമസം. അപ്പോൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യോ, പുള്ളിക്ക് തൃശ്ശൂർ ടൗണിൽ എവിടെയെങ്കിലും ഒരു ടിക്കറ്റ് ഒപ്പിച്ചു കൊടുക്കുമെന്ന്, തുടരും സിനിമയുടെ. പുള്ളിക്ക് സിനിമ കാണാൻ താല്പര്യമുണ്ട്, പക്ഷേ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഈ തൃശ്ശൂരിയല്ല താമസം, ഞാൻ വേറെ സ്ഥലത്ത്, വേറെ ജില്ലയിൽ ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന എന്നെ വിളിച്ചിട്ട് പുള്ളി ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ ഈ സിനിമയെ കുറിച്ച് ഏത് ലെവൽ അഭിപ്രായമായിരിക്കും പുള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിക്കണം. അതും യാതൊരു ഹൈപ്പും ഇല്ലാണ്ട് ഇന്നലെ റിലീസ് ചെയ്തൊരു സിനിമയാണ്. ഒരു ഹൈപ്പും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഓഡിയൻസ് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സിനിമ ഓഡിയൻസിന് വിട്ടുകൊടുക്കുകയാണ്. അത് ഭയങ്കര അപാരമായിട്ടുള്ള കോൺഫിഡൻസ് ആണ്, സ്വന്തം പ്രൊഡക്റ്റിലുള്ള കോൺഫിഡൻസ് ആണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ പ്രേക്ഷകരുടെ അടുത്തെത്താണ്, പ്രേക്ഷകരെ ഏറ്റെടുത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അങ്ങ് ഹൈപ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു സിനിമ ഇറക്കേണ്ടത്. നമ്മൾ ഈ റിവ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞ അവർ കാരണം സിനിമ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നതിന് പകരം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക. അത് നല്ല സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ആ സിനിമയെ വിജയിപ്പിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ പറയുന്ന തുടരും എന്ന് പറയുന്ന സിനിമ. എന്തായാലും ടിക്കറ്റ് കിട്ടാനില്ല, ലാലേട്ടന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്ന അവസ്ഥയില്ലേ, അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. കരയുന്ന ലാലേട്ടനെ കാണേണ്ടവർക്ക്, അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തുന്ന ലാലേട്ടനെ കാണേണ്ടവർക്ക് തുടങ്ങിയിട്ട് ലാലേട്ടനെ ഏത് രീതിക്ക് ആർക്കൊക്കെ കാണണമോ ആ രീതിക്കൊക്കെ ഡയറക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് പീപ്പിൾ സിനിമ അംഗീകരിച്ചു കഴിഞ്ഞു. തിയേറ്റർ മൊത്തത്തിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് സംഭവിച്ചു. എല്ലാ രീതിക്കും സിനിമ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു സംഭവമുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയക്കകത്ത് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേര് മനഃപൂർവ്വം വരുന്നുണ്ട്. അപ്പൊ അതില് പല ടൈപ്പ് ആളുകളുണ്ട്. ഇപ്പൊ ലാലേട്ടന് ചുമ്മാ കയറി തെറി വിളിക്കുന്ന കുറെ മമ്മൂട്ടി ഫാൻസ് ഉണ്ട്. സ്വാഭാവികമാണ്, ഇക്കയുടെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ലാലേട്ടൻ ഫാൻസ് അങ്ങോട്ടും തെറി വിളിക്കാറുണ്ട്. അതവിടെ കഴിഞ്ഞു. അങ്ങനെ കുറെ പേരുണ്ട്. അതേപോലെ തന്നെ ചുമ്മാ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സിനിമ കുടുംബ സീരിയൽ തോറ്റുപോകുന്ന സിനിമയാണ്, കുടുംബ സീരിയൽ പോലെയാണ് സിനിമ എടുത്തു വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഈ ഡീഗ്രേഡ് ചെയ്യുന്നമാരൊന്നും സിനിമ കണ്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരു സിനിമ കണ്ടിട്ട് അവർക്ക് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാൻ തോന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചൊരു സിനിമയാണ്. അപ്പൊ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് സീരിയൽ സംഭവത്തിനോടൊക്കെ താരതമ്യം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ചിന്തിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സീരിയൽ എന്ന് പറയുന്ന സംഭവം അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു സിനിമയ്ക്ക് പോലും കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. സിനിമയൊന്നും കൺവെൻഷണൽ ആയിട്ട് പോകുന്ന സംഭവം അല്ലല്ലോ. അപ്പൊ ഒരു ചട്ടക്കൂടിനകത്ത് പോലും നിൽക്കാതെ പല രീതിക്കുള്ള കഥകൾ പറഞ്ഞു പോയിട്ടുള്ള, പല രീതിക്കുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് കാണിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം തൊട്ട് എല്ലാ ലാംഗ്വേജിലുള്ള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നതും. സിനിമയ്ക്ക് യാതൊരുവിധ കൺവെൻഷണൽ സംഭവങ്ങളും ഇല്ല. അങ്ങനെയുള്ള സിനിമയെ സീരിയലുമായിട്ട് ഉപമിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ സീരിയൽ എന്ന് പറയുന്ന സംഭവവും സിനിമ പോലെ തന്നെയാണ്. അവിടെയും കൺവെൻഷണൽ ആയിട്ടുള്ള ഒന്നുമില്ല. സീരിയൽ ഒന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും. പലതരം സീരിയലുകളുണ്ട്. ഇപ്പൊ കണ്ടിട്ടില്ലേ, ചില സീരിയലിന്റെ ഇടയിലേക്ക് സിനിമ ആർട്ടിസ്റ്റുകളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ചില സീരിയലുകളാണെങ്കിൽ വേറിട്ട രീതിക്കാണ് നമ്മളുടെ മുമ്പിൽ അവർ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഉപ്പും മുളകുമാണെങ്കിലും അതുപോലെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. തട്ടി മുട്ടി അങ്ങനെ കുറെ സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ യാതൊരു വിധത്തിലുള്ള കൺവെൻഷണൽ സംഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളല്ല. അപ്പൊ എങ്ങനെയാണ് കുടുംബ സീരിയൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഒരിക്കലും കുടുംബ സീരിയൽ അല്ലാത്ത ഒരു സംഭവം ലാലേട്ടൻ എല്ലാ രീതിക്കും നമുക്ക് തന്നൊരു സംഭവത്തെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാന്ന് പറയുന്നതും കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന പോലെയല്ല. അപ്പൊ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, അതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. എനിക്ക് ഇന്ന ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, ഇന്ന ഭാഗങ്ങളോട് വിയോജിപ്പുണ്ട്, അങ്ങനെയാണ് റിവ്യൂ പറയുന്നത്. പക്ഷെ ഈ പോസ്റ്റർ ഇറക്കിയിട്ട് ഇത് കുടുംബ സീരിയലാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന സമയത്ത് അത് സമർത്ഥിക്കലാണ്. അത് ചുമ്മാ അഭിപ്രായം പറച്ചിലല്ല, അത് സമർത്ഥിക്കൽ സംഭവമാണ്.
കൂടുതൽ ആളുകളിലേക്ക് അതുപോലെ അങ്ങ് എത്തിക്കുകയാണ്. എന്തുകൊണ്ട് സമർത്ഥിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം ആളുകൾക്ക് കിട്ടില്ല. ആളുകൾ എന്ത് വാചകമാണോ കാണുന്നത് അതാണ് വിശ്വസിക്കുക. അതേപോലെ തന്നെ കണ്ട മറ്റൊരു സംഭവമാണ്, വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, ഒരു കക്ഷിയുടെ പോസ്റ്റ്. നമ്മുടെ ഓ ബേബി എന്ന് പറയുന്ന സിനിമ ഉണ്ട്, ദിലീഷ് പോത്തൻ അഭിനയിച്ചിട്ടുള്ള. ഈ ഓ ബേബി എന്ന് പറയുന്ന സിനിമയും പറയുന്നത് ഈ ഇതിനകത്ത് പറയുന്ന പോലെയുള്ള ചില വിഷയങ്ങൾ തന്നെ ഗൗരവമുള്ള വിഷയമാണ് പറയുന്നത്. അപ്പോൾ ഓ ബേബി എന്ന് പറയുന്ന സിനിമയെ ഇവിടെയുള്ള ആളുകൾ വിജയിപ്പിച്ചില്ല. ഈ സിനിമയെ, നമ്മുടെ തുടരും സിനിമയെ, ലാലേട്ടന്റെ ഇതുപോലെയുള്ള സിനിമയെ വിജയിപ്പിച്ചു. അപ്പൊ ഇവിടുത്തെ ആളുകളുടെ ആസ്വാദന രീതി എന്ന് പറയുന്നത് വൻ പ്രശ്നമാണെന്നാണ് ഈ കക്ഷി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കക്ഷി ഒരു നമ്മുടെ പുരോഗമന ബുദ്ധിജീവി സംഭവമാണ്. അപ്പൊ ഈ ബുദ്ധിജീവികൾക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമുണ്ട്. അവരൊരിക്കലും നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമ കാണുമല്ല, ഇനിയിപ്പോ കണ്ടാൽ ശരി അവരത് അംഗീകരിക്കില്ല. ഇവരുടെ ഒരു അജണ്ടയാണ് ഈ സിനിമ കാണരുത്, ലാലേട്ടന്റെയും മോഹൻലാലിന്റെയും സിനിമ കാണരുത്, അതെന്തോ നമ്മുടെ നിലവാരത്തിന് പറ്റിയ സിനിമയല്ല. ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം ഇവർ മഹാസംഭവമാണെന്ന് സ്വയം വിചാരിച്ച് അത് മറ്റുള്ളവർ വിശ്വസിപ്പിക്കാൻ ട്രൈ ചെയ്യുന്ന മനുഷ്യരാണല്ലോ. അപ്പൊ ഇവര് ലാലേട്ടനും മമ്മൂക്കയൊക്കെ തഴഞ്ഞിട്ട് ഇവരെപ്പോഴും കാണുക ഇവരുടെ ബുദ്ധിജീവി സമൂഹത്തിലെ ആ കൂട്ടത്തിലെ മനുഷ്യരെടുക്കുന്ന സിനിമകളെയാണ്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളെ കണ്ടിട്ട് അത് ലോകോത്തര സിനിമയാണെന്നും പറഞ്ഞ് ലോകോത്തര സിനിമകളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അതിനെ പൊക്കി പിടിക്കുന്ന വിഭാഗമാണ് ബുദ്ധിജീവികൾ. പക്ഷെ ഈ ബുദ്ധിജീവികളുടെ സിനിമ ഒരു പരിധിക്കപ്പുറത്തേക്ക് കണ്ടിരിക്കാൻ മിക്കപ്പോഴും പറ്റാറില്ല. അതായത് പ്രേക്ഷകർക്ക് അത് ഓക്കെ ആവണം. ഏത് സിനിമ കണ്ടാലും നിങ്ങൾ കൊടുക്കുന്നത് പ്രേക്ഷകർക്കാണ്. ഈ പ്രേക്ഷകർക്ക് ഓക്കെ ആവുന്ന രീതിക്ക്, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്ക് വേണം സിനിമ കൊടുക്കാൻ. ഒരു വിഷയത്തെ കൊണ്ടുവരുന്നു, സ്റ്റാറ്റിക് ആയിട്ട് ക്യാമറ നിർത്തി വെക്കുന്നു, അടുത്ത 1 മിനിറ്റ് നേരത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങേ തലയ്ക്കുന്ന ഒരാൾ നടന്നു വരികയാണ്, ഇങ്ങേ തലക്കിലെത്തുമ്പോഴേക്കും 1 മിനിറ്റ് നേരം, അത്ര നേരം ക്യാമറ അവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. ആ സംഭവം കാണുമ്പോൾ നമുക്ക് എത്ര നേരം കണ്ടിരിക്കാൻ പറ്റും? ബുദ്ധിജീവി സിനിമകളുടെ രീതിയാണിത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളാണ് ലോകോത്തര സിനിമകൾ. ഞങ്ങൾ പറയുന്നതാണ് പൊളിറ്റിക്കൽ സംഭവം എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാലേട്ടന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല, അതെന്തോ മോശം സംഭവം എന്ന് വിചാരിക്കും. അതുപോലെയാണ് ഇപ്പൊ ഓ ബേബി സിനിമയുമായിട്ട് ഈ സംഭവത്തെ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ പ്രേക്ഷകരുടെ ആസ്വാദനം ശരിയല്ല എന്നുള്ള ആ രീതി, ആ ചിന്ത, അല്ലെങ്കിൽ പ്രേക്ഷകരെ ആസ്വാദനം പഠിപ്പിക്കാനുള്ള മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, ഇവിടുത്തെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള സിനിമാ പ്രേക്ഷകർ എന്ന് പറയുന്നത് ബുദ്ധിജീവികളാണ്. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ സിനിമ കാണാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളൊക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സിനിമ പഠിപ്പിക്കില്ല. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് പറയുന്നത്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, ഇന്ന കാര്യങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, ഇത് നമ്മുടെ ഇംപ്രഷൻ ആണ് പറയുന്നത്. പക്ഷെ ബുദ്ധിജീവികൾ അങ്ങനെയല്ല. അവർക്ക് സഹിഷ്ണുത വളരെ വളരെ കുറവാണ്. അവരെന്ത് ചെയ്യും, ആരെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലോ, അപ്പം തന്നെ അയാളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്കോ അവർ സിനിമ പഠിപ്പിക്കാൻ ഇറങ്ങും. സിനിമ എന്ന് പറയുന്ന സംഭവം അങ്ങനെയാണ്, സിനിമ ആസ്വദിക്കേണ്ടത് ഇങ്ങനെയാണ്, നീ പോയിട്ട് ലോകോത്തര സിനിമ കാണുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ സിനിമ കാണാൻ പഠിപ്പിക്കും. അതും പോരാണ്ട് പിന്നെ നമ്മൾ പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ വരും. അതും പോരാണ്ട് പിന്നെ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ ഈ ഭൂമിയിലേ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് ഒരു മര്യാദയും ഇല്ലാണ്ട് വന്നിട്ട് നമ്മളെ സിനിമ പഠിപ്പിച്ച്, സിനിമ ആസ്വദിക്കാൻ പഠിപ്പിച്ച്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനേ യോഗ്യരല്ല എന്നുള്ള തോന്നലുണ്ടാക്കിയിട്ട് നമുക്ക് വിജ്ഞാനം കുറവാന്നുള്ള സംഭവം പോലും അവർ പറഞ്ഞു നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കും. നമ്മുടെ കോൺഫിഡൻസിനെ അങ്ങ് നശിപ്പിച്ചില്ലാണ്ടാക്കും. ഭയങ്കര ടോക്സിക് ആണ് ഇവര്. പക്ഷെ നമ്മുടെ ഏട്ടൻ ഫാൻസോ ഇക്ക ഫാൻസോ പാറ്റൻ ഫാൻസോ ഒന്നും ഇങ്ങനെയല്ല. അവരൊക്കെ എങ്ങനെയാണ്, കുറെ തെറി അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും, അത് കഴിഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് ടോക്സിക്കേ അല്ല. ഇതാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാണ്ട് അവനവന്റെ ബുദ്ധിജീവി സിനിമ മാത്രമാണ് ലോകോത്തരം എന്ന് വിശ്വസിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ സിനിമ പഠിപ്പിക്കാൻ ഇറങ്ങി അവരുടെ എല്ലാ തരത്തിലുള്ള ആശയങ്ങളും ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് മൊത്തം ടോക്സിക് സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റ് ഒക്കെ കാണുന്ന സമയത്തും ഓ ബേബിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ ബുദ്ധിജീവികളുടെ ടോക്സിസിറ്റി എന്ന് പറയുന്ന സംഭവമാണ് പേഴ്സണലി എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ഈ ഓ ബേബിയാണ് മഹത്തരം, ഈ പറയുന്ന ലാലേട്ടന്റെ സിനിമ എന്തോ മോശമാണെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർ വാല്യൂ ഉണ്ടാവുക, അതുപോലെ തന്നെ ഇത്തരം സിനിമകൾ, കൊമേഴ്ഷ്യൽ സിനിമകളെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വില കുറഞ്ഞ പരിപാടിയാണെന്ന് വിചാരിക്കുന്നവരവര്. അപ്പൊ ആ സംഭവം സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വൻ തെറിവിളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സിനിമ മോശമാണ്, സിനിമ കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം പറയാണ്, എത്ര ബുദ്ധിജീവികൾ വന്നിട്ട് ആ സിനിമയുടെ അത്ര ഈ സിനിമയില്ല, ഈ സിനിമ ലോകോത്തരമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇവിടുത്തെ ശരാശരി പ്രേക്ഷകരുടെ മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നില്ലേ, അത്രയും ആളുകളുടെ പൾസ് അറിഞ്ഞിട്ടാണ് ഡയറക്ടർ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ലാലേട്ടന്റെ സിനിമ ഒരു ഹൈപ്പും ഇല്ലാണ്ട് വന്നിട്ടാണ്
ഈ സിനിമ ഇത്രയേറെ ഹിറ്റ് അടിച്ചിട്ടുള്ളത്, ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ റിലീസ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഷോ കാണുന്നവരേക്കും ടിക്കറ്റ് ഒക്കെ കിട്ടാനുണ്ടായിരുന്നു, സീറ്റ് ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ സീറ്റ് കണ്ടെത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സിനിമ അടിപൊളി ആയതുകൊണ്ടാണ്. സോ ഒരു ബുദ്ധിജീവി ടീം വിചാരിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ സിനിമ കാണാതെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുന്ന ടീംസ് വിചാരിച്ചാലും, ഇക്ക ഫാൻസ് വിചാരിച്ചാലും, ഒരു തരത്തിലുള്ള മനോരോഗികൾ വിചാരിച്ചാലും ശരി, ഈ സിനിമയെ തകർക്കാൻ പറ്റില്ല. ഇത് മലയാളത്തിന്റെ മോഹൻലാലിന്റെ സിനിമയാണ്, ലാലേട്ടന്റെ സിനിമയാണ്. ലാലേട്ടന്റെ സിനിമ ഇവിടെ തകർക്കാൻ പറ്റില്ല. ലാലേട്ടന്റെ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഇത് എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർക്കും പറ്റിയിട്ടുള്ള സിനിമയാണ്, അവർക്ക് ഓക്കെ ആയിട്ടുള്ള സിനിമയാണ്. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. സോ ഇനി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, നിങ്ങളുടെ പൊളിറ്റിക്സ് പറഞ്ഞാലും, ആശയങ്ങൾ പറഞ്ഞാലും ഒന്നും ഒരു കാര്യവുമില്ല. ലാലേട്ടന്റെ സിനിമ അത് തകർക്കാൻ പറ്റില്ല. ഇത് മലയാളത്തിന്റെ മോഹൻലാലിന്റെ സിനിമയാണ്.